Assalamualaikum. Bismillahirrahmanirrahim. Alhamdulillah. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala rasulihil amin. Wa ala alihi wa sahbihi ajma'in amma ba'd. ബഹുമാനായ അധ്യക്ഷൻ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, ഏറെ പ്രിയം നിറഞ്ഞ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, ധന്യമായ ഒരു ചരിത്ര നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 1975 പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു മാസിക അല്ലെങ്കിൽ ഒരു മാഗസിൻ, അതിൻ്റെ അരനൂറ്റാണ്ട് പിന്നിടുക എന്നത് അപൂർവമായ കാര്യങ്ങളിൽ ഒന്നാണ്. അതും ആ 50 വർഷക്കാലം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട വർഷങ്ങളായിരുന്നു. അടിയന്തരാവസ്ഥക്ക് ശേഷം ഇന്ത്യൻ ഫാസിസം വളർന്ന് വികസിച്ചു വന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്ത്യയുടെ മതസൗഹാർദ്ദ അന്തരീക്ഷങ്ങൾക്ക് കാതലായ മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലമായിരുന്നു. മതസൗഹാർദ്ദത്തിന് ഏറെ പെരുമ കേട്ട കേരളത്തിൽ ഇസ്ലാമോഫോബിയക്ക് ഇടം പിടിച്ച കാലഘട്ടമായിരുന്നു. സ്വത്ത രാഷ്ട്രീയത്തിൻ്റെ പരിണാമ കാലഘട്ടമായിരുന്നു. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനം സിദ്ധിച്ച ഒരു കാലഘട്ടമായിരുന്നു. കുടുംബ ഛിദ്രതയുടെയും ആഗോളവൽക്കരണത്തിൻ്റെയും ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ കെടുതികളിലൂടെ കടന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ പിന്നിട്ട 50 വർഷക്കാലത്ത് ഷബാബ് എന്ന പ്രസിദ്ധീകരണം നിർവഹിച്ച ഒരു ദൗത്യം ഇതിനെതിരെയൊക്കെ നിലപാട് സ്വീകരിച്ചു എന്നതാണ്. കേരളീയ മുസ്ലിം സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ, കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഷബാബ്. പ്രത്യേകിച്ച് തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഷബാബിൻ്റെ താളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. മർഹൂം അബൂബക്കർ കാരക്കുന്ന്, MI തങ്ങൾ തുടങ്ങിയ പ്രഗത്ഭരായ എഴുത്തുകാരുടെ തൂലികകൾ അതിനുവേണ്ടി ചലിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നിട്ട 50 വർഷക്കാലം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ട് പുതിയ വഴികൾ തേടിയ കാലഘട്ടം കൂടിയാണ് എന്ന് നമുക്കറിയാം. ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തെ കാലോചിതമായി അവതരിപ്പിച്ച പണ്ഡിതന്മാരും നേതാക്കന്മാരും ഷബാബിൻ്റെ താളുകളെ ധന്യമാക്കിയിട്ടുണ്ട്. മർഹൂം A. അബ്ദുസ്സലാം സുല്ലമി, ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തുടങ്ങിയ പണ്ഡിതന്മാരുടെ രചനകൾ കേരളത്തിൻ്റെ വിശ്വാസ മൂല്യങ്ങളിൽ, മതനിരാസ പ്രവണതകളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുകയും ഇസ്ലാമിക സമൂഹത്തെ അതിൻ്റെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചു നിർത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നയിച്ച, ഷബാബിന് ഊർജം നൽകിയ നിരവധി ആളുകൾ അവർ ഇന്ന് വേദിയിലുണ്ട്. സുദീർഘമായി സംസാരിക്കുന്നില്ല. അരീക്കോടിൻ്റെ മണ്ണിൽ നിന്ന് ഷബാബിനെ ഓർത്തെടുക്കുമ്പോൾ ബഹുമാന്യനായ KVയെക്കുറിച്ച് പറയാതെ നമുക്ക് സംസാരം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. KVയെപ്പോലെ നിരവധി നേതാക്കന്മാരുടെ, KK മുഹമ്മദ് സുല്ലമിയെപ്പോലെയുള്ള നിരവധി പണ്ഡിതന്മാരുടെ, PT വീരാൻകുട്ടി സുല്ലമിയെപ്പോലെയുള്ള നേതാക്കളുടെ അക്ഷീണമുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്നും മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാരിക എന്ന് നമുക്കൊക്കെ അറിയാം. ഷബാബിൻ്റെ ഓർമ്മകൾ ഇവിടെ നമുക്ക് മുന്നിൽ പണ്ഡിതന്മാരും നേതാക്കന്മാരും പങ്കുവെക്കുകയാണ്.